നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് അറിയിക്കുന്ന ആ വേതനം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ആൾക്കാർ വിളിക്കും, അല്ലെ? നമ്മളൊരാളെ ജോലിക്ക് വിളിക്കണേ എങ്ങനെയാ? ആൾ വിശ്വസ്തയോടുകൂടി ആത്മാർത്ഥത ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മൾ വീണ്ടും വിളിക്കുള്ളൂ, അല്ലെ? അങ്ങനെ ആൾക്കാർക്കാണ് ഡിമാൻഡ് ഉള്ളത്. ഞാൻ ഈ ക്യാമ്പിന് വേണ്ടി കുട്ടികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ അച്ഛനാവണോ സിസ്റ്റർ ആവണോ കല്യാണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആർക്കും ഇതിനോട് താല്പര്യമില്ല. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഈ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലാത്ത? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, റിസ്ക് എടുക്കാൻ വയ്യ ബ്രദറേന്നാ. 10ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ +2 പഠിക്കുന്ന പിള്ളേര്, യൂത്തായ പിള്ളേര് പറയുന്നത് റിസ്ക് എടുക്കാൻ വയ്യാന്നാ. അതായത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. ഒരു ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് നിർവഹിക്കാനായിട്ടുള്ള ഒരു ഉള്ളിലൊരു അലസതയുടെ അതിനെ മാറ്റിക്കൊണ്ട് ആത്മാർത്ഥതയോട് ജീവിക്കാനുള്ള, കടപ്പാടുകൾ തീർക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. പലപ്പോഴും നമുക്കത് ഇല്ലാതെ പോയിക്കണം. അതുകൊണ്ട് തന്നെ നമ്മള് മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളെ നേർവഴിക്ക് നയിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അപ്പച്ചനെയും അമ്മച്ചിയെയും ഏൽപ്പിച്ച് നമ്മൾ രക്ഷപ്പെടുകയാണ് ഇന്നത്തെ പുതിയ ജനറേഷൻ. അതുകൊണ്ട് മക്കൾക്ക് മാതൃക കൊടുക്കാൻ സമയമില്ല. നമ്മൾക്ക് ഈ ജീവിതം സൂചി തീർക്കണം. കുറെ പേർക്ക് മക്കളെ ദൈവത്തിന് വേണ്ടി നൽകാനായിട്ട് സന്തോഷമില്ല, മക്കളെ ജനിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം റിസ്ക് ആണ്, അവരെ വളർത്തുക എന്നുള്ളത് റിസ്ക് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറച്ച് ആസ്വാദനങ്ങളൊക്കെ ഇല്ലാതായി പോകും. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെയുണ്ട്. നമ്മുടെ പള്ളിയൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, അല്ലെ? കുറച്ചും കൂടിയൊക്കെ നിറഞ്ഞ ആൾക്കാർ കയറുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. രാവിലെ എഴുന്നേറ്റ് പുതപ്പിന്റെ ചൂടൊക്കെ കളഞ്ഞ് പള്ളിയിൽ വരാന്നുള്ള എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാന്നുള്ള എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റി വെച്ച് തമ്പുരാന്റെ ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, KFC എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പിള്ളേരുകൾക്ക് ഇപ്പൊ പറയുന്ന ഒരു സാധനമാണ് KFC ചിക്കൻ. കേട്ടിട്ടില്ലേ? ചാലക്കുള്ളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഓണറായിട്ടുള്ള കേണൽ സാൻഡേഴ്സ് എന്ന് പറയും. അദ്ദേഹം 65ാമത്തെ വയസ്സിൽ തനിക്ക് ആരുമില്ല, തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ജോലി കളഞ്ഞപ്പോ, അത് കളഞ്ഞു കഴിഞ്ഞപ്പോ തനിക്ക് ജീവിക്കേണ്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ മനുഷ്യനാണ് അദ്ദേഹം. ഒരു മരത്തിന്റെ തണലിലിരുന്ന് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങണ സമയത്ത് പക്ഷെ മനസ്സിനൊരു ബലമില്ല. ആത്മഹത്യ ചെയ്യാനും ഒരു ബലമാണല്ലോ, അത് കിട്ടുന്നില്ല. അപ്പൊ ആളിങ്ങനെ ആലോചിക്കുകയാണ് ജീവിതം മുഴുവനും. ചെറുപ്പകാലം മുതൽ, ചെറുപ്പത്തില് പിതാവ് മരിച്ചു, പിന്നീട് ജീവിക്കാനായിട്ട് ഉള്ള സാഹചര്യമൊന്നുമില്ല. പക്ഷെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഹോട്ടലിൽ ജോലിക്കും അതുപോലെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അദ്ദേഹം പോവുകയാണ്. കുറെ നാൾ അങ്ങനെ ജോലി ചെയ്തു, ഒരു കല്യാണം കഴിച്ചു. പക്ഷെ അത് 2 വർഷങ്ങളിൽ ഡൈവോഴ്സ് ചെയ്തു. അവിടെയും സങ്കടമായിരുന്നു. പിന്നീട് ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ ഈ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുറെ പേരൊക്കെ നല്ലത് പറഞ്ഞത് ആളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത്രയും കാലഘട്ടത്തെ 65 വർഷക്കാലം ജീവിച്ചതിൽ ഒരു നന്മയായിട്ട് ആളുടെ ഉള്ളിലുള്ളത് എന്താ? ഈ ചിക്കൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുറച്ച് പേര് നന്മ പറഞ്ഞൊരു കാര്യമാണ്. ആള് വിചാരിക്കുകയാണ്, ഈ അവിടെയൊക്കെ സോഷ്യൽ വയസ്സായ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി കുറച്ച് കാശ് കൊടുക്കും. അങ്ങനെ $99 അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അങ്ങനെ അത് വെച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങാണ്. അദ്ദേഹം ഒരു തട്ടുകട തുടങ്ങി. അങ്ങനെ വീടുകളിലൊക്കെ ഈ ചിക്കൻ ഉണ്ടാക്കിയത് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ചു പേരൊക്കെ വാങ്ങിച്ചു തുടങ്ങി. പക്ഷെ കുറച്ചു പേരൊക്കെ ഈ ഇങ്ങനെ വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നത് കൊണ്ട് നല്ലതാണെന്ന് സംശയമായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ റെസ്റ്റോറന്റുകളിൽ കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ കൊണ്ടുകൊടുത്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ബാക്കി വരുമായിരുന്നു. അദ്ദേഹം അത് കൊണ്ട് കുഴിച്ചിടുമായിരുന്നു. പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ ചിക്കന് ഡിമാൻഡ് തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ 88ാമത്തെ വയസ്സിൽ ആയപ്പോഴേക്കും, 90ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കണേ, 88ാമത്തെ വയസ്സായപ്പോഴേക്കും ഏകദേശം 120 രാജ്യങ്ങളിൽ ഈ ചിക്കൻ, ഈ KFC എന്നുള്ള ചിക്കൻ വിൽക്കാൻ വേണ്ടി തുടങ്ങി. ഏകദേശം 20,000-ഓളം ഒരു ഔട്ട്ലെറ്റുകൾ അവിടെ തുടങ്ങാനിടയായി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ കേണൽ സാൻഡേഴ്സിന്റെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ദൈവം നമുക്ക് നൽകുന്നതാണ്. അതിനെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനിങ്ങനെ 1-2 ദിവസമായിട്ട് ചെറിയ സങ്കടത്തിലാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ വികാരിച്ചിനോടും പിന്നെ അഭിനയ പിതാവിനോടൊക്കെ ചോദിച്ചുകൊണ്ട് 1-2 ദിവസം, 1-2 ദിവസമല്ല, ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സെമിനാരിയിലായിരുന്നു. സാധാരണ അവിടെ സെമിനാരിൽ പരിശീലനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാം. അപ്പൊ ഞാൻ 1.5 ആഴ്ചയായിട്ട് അവിടെ നിൽക്കാൻ കാരണം എന്നുള്ളത് കഴിഞ്ഞാൽ, സെമിനാരിയിൽ നിന്ന് ഫുട്ബോൾ മാച്ചിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വൈകിയാണ് മാച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കളിക്കാനുള്ള കുട്ടികൾ എണ്ണം കുറവാണ്, പ്രദേശം കുറവാണ്. അപ്പം ഞാനിങ്ങനെ കളിക്കാൻ വേണ്ടി, എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറകിലാണ് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നു. 1.5 ആഴ്ചയൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു അവിടെ ഫുട്ബോൾ മാച്ച്.
3 വർഷം തോൽവിയെ അറിഞ്ഞിട്ടില്ല, 3 വർഷം തോറ്റിട്ടില്ല. ഈ പ്രാവശ്യം ജയിക്കുന്ന ഭയങ്കര എന്നിട്ട് പറയാ ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെയാണ് കളിക്കാൻ വേണ്ടി പോയത്. അപ്പം അന്നിന് അച്ഛന്മാർക്ക് ധ്യാനമുള്ള ദിവസമായിരുന്നു. ഞാൻ ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ കളിക്കാൻ വേണ്ടി ചെന്നു. വളരെ അടിപൊളിയായിട്ട് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ആ സമയത്ത് ഭൂമി ഇങ്ങനെ ഇടിഞ്ഞു വീണാൽ മതി എന്ന് എനിക്ക് തോന്നിയത്. കാരണം അത്രയൊരു തോൽവി ജീവിതത്തിൽ ഞാൻ വെറുതെ തമാശ കളിക്കാൻ പോലും തോറ്റിട്ടില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഉള്ളില് സങ്കടമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായ ടീക്കന്മാർ വേറെ 2 പേരുണ്ടായി. അവർ ഒടുക്കത്തെ കരച്ചിലായിരുന്നു. അവസാനത്തെ വർഷം ഇനിയിപ്പോ സെമിനാരിക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല. അപ്പൊ തോറ്റു. അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ വന്നു. ഉള്ളിലെങ്ങാനും ഈ കളിയെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ കളിയുടെ ചിത്രമൊക്കെ കാണുമ്പോൾ അപ്പൊ സങ്കടം. അപ്പൊ ഞാനിങ്ങനെ ഈ ദിവസങ്ങളെ വെറുതെ ആലോചിക്കുക എന്തുകൊണ്ട് തോൽക്കാൻ കാരണം. ഇപ്പൊ തോൽക്കാനുള്ള കാരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പണ്ട് സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് കോച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 20, 25, 30 റൗണ്ട് ഓടണം ഗ്രൗണ്ടിന് ചുറ്റും. അതൊരു മടിയില്ലാണ്ട് ഓടി തീർക്കുമായിരുന്നു. 30 ഓടിയിട്ട് ഇനി കോച്ച് പറയും സ്പ്രിന്റ് അടിക്കാൻ താല്പര്യമുണ്ടോ, അന്ന് സ്പ്രിന്റ് അടിക്കും, ഓടും, വീണ്ടും ഓടും. അങ്ങനെ ഒരു വാശിയായിരുന്നു. ഓരോ വർഷം കഴിഞ്ഞാൽ അത് കുറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോച്ച് വരാൻ കണ്ടാണ് സ്പീഡിൽ വീണ്ടും ഓടി തുടങ്ങാറ്. അപ്പോൾ ഒരു അലസത അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത കുറവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേർ നന്നായിട്ട് ചെയ്തായിരുന്നു. ഈ 11 പേരുള്ള കളിക്കണേ, ഒരു 2 പേര് ഉഴപ്പിയാലും നമ്മ ഗെയിം തോക്കും. അപ്പൊ അതുകൊണ്ട് ഈ വചനം നമ്മൾ ഈ താലന്തുകളുടെ ഉപമ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ ഫുട്ബോൾ മാച്ചിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മയിൽ വന്നത്. നമുക്കറിയാം അർമേനിയക്കാരി മദർ തെരേസ തന്റെ കരുണ എന്ന താലന്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കൽക്കട്ടയിലെ അമ്മയായിട്ട് മാറിയത്. 24ാമത്തെ വയസ്സിൽ മരിച്ച ചെറുപുഷ്പം അവള് വസന്തമായിട്ട് മാറിയപ്പോഴാണ്. ദൈവസ്നേഹത്തിന്റെ താലന്ത് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ്. അതുപോലെ തന്നെ സഹനത്തിന്റെ പുണ്യവതിയായ ഭാരതത്തിലെ അപ്പോസ്തലയായ നമ്മുടെ അൽഫോൻസാമ എങ്ങനെയാണ് സഹനത്തിന്റെ ആ താലന്ത് തന്നിൽ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവള് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധിയായിട്ട് മാറിയത്. നമ്മൾക്ക് ലഭിച്ച ഈ ജീവിതം എന്ന താലന്ത് വിശ്വസ്തയോട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. മരിക്കുന്ന സമയത്ത് നമ്മൾ അവസാനം മുടിയണിക്കുന്നതിന് മുമ്പ് വായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസക്കാൽ സംരക്ഷിച്ചു, അതുകൊണ്ട് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. അപ്പോൾ പുരോഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ധ്യാനത്തിലേക്ക് നമ്മെ ദൈവം പ്രവേശിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്തിയർക്കാണ്, മടിയനായ വൃത്തിയനല്ല. സ്നേഹം നിറഞ്ഞവരെ, അവസാന ശ്വാസം വലിക്കുമ്പോഴും നമ്മൾക്ക് ഒരു സമാധാനത്തോടുകൂടി വലിക്കാൻ സാധിക്കണമേ എങ്ങനെയാ? ഈ ജീവിതത്തിലെ വളരെ വിശ്വസ്തയോട് പൂർത്തിയാക്കുമ്പോഴാണ്.